അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു, മുരീദന്മാരുണ്ടായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ ഒരു ശിഷ്യനോട് ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത ഇഷ്ടം, വല്ലാത്ത മതിപ്പ്, വല്ലാത്ത സ്നേഹം. ഇത് മറ്റുള്ളവർക്ക് ഹസദ് എന്നല്ല, പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് ഉസ്താദിന് അത്രമാത്രം അദ്ദേഹത്തിനോട്, ആ ശിഷ്യനോട് കൂടുതൽ ഇഷ്ടം? നമ്മളും അതുപോലെ ഉസ്താദിന് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഉസ്താദ് പറയുന്നത് പോലെ കേൾക്കുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയൊക്കെ നാം ജീവിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനൊരു പ്രത്യേകത എന്തുകൊണ്ടാണ് ഉസ്താദ് കൊടുക്കുക എന്നതിനെ കുറിച്ചുള്ളൊരു സംശയം അവിടെയുള്ള മറ്റുള്ള ശിഷ്യന്മാർക്കൊക്കെയും ഉണ്ടായി. ആ സമയത്ത് ഈ വിഷയം ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി. ഞാൻ ആ ശിഷ്യന് കൂടുതൽ ഇങ്ങനെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നതിൻ്റെ പേരിൽ മറ്റുള്ളവർക്കൊക്കെയും കുറേ സംശയങ്ങളുണ്ട് എന്നും. അങ്ങനെ ഒരു ദിവസം ആ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാരൊക്കെയും അവിടുന്ന് ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് പറയണം, നിങ്ങളെ ഞാനൊരു പരീക്ഷിക്കാൻ വേണ്ടി ഒരു പരീക്ഷണ ചെയ്യുകയാണ്. അതായത് നിങ്ങളെല്ലാവരും പോയിക്കൊണ്ട് ഒരു കോഴിയെ ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ അറുത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോവുകയും ആരും കാണാത്ത, മറ്റൊരാളും കാണാത്തൊരു സ്ഥലത്ത് പോയിക്കൊണ്ട് എല്ലാവരും ഓരോരോ കോഴിയെ അറുത്തുകൊണ്ട് കൊണ്ടുവരികയാണ്. കൂട്ടത്തിൽ ഈ ശിഷ്യനാണെങ്കിലോ അർക്കാത്ത ജീവനുള്ളൊരു കോഴിയുമായിട്ട് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ എത്തുകയാണ്. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അതിശയം തോന്നി. ഉസ്താദ് പറഞ്ഞതുപോലെ അല്ലേ കേൾക്കേണ്ടത്, പക്ഷെ ഇദ്ദേഹമാണെങ്കിലോ അറുത്തിട്ടില്ലല്ലോ. ആരെ കാണാത്ത സ്ഥലം, എത്ര സ്ഥലങ്ങൾ ഇവിടെയുണ്ട്, ഇവിടെ പോയി ഒന്ന് അറുത്തു കൊണ്ടുവരാമായിരുന്നല്ലോ. പക്ഷേ അപ്പോഴാണ് ഉസ്താദ് അവരുകൾ ചോദിച്ചു, അല്ല മോനെ, നീ എന്തുകൊണ്ടാണ് അറുക്കാത്തത്? എല്ലാവരും പറഞ്ഞതുപോലെ കേട്ടില്ലേ, എല്ലാവരും അറുത്തു കൊണ്ടുവന്നതാണല്ലോ, പക്ഷെ നീ എന്തുകൊണ്ട് അതിന് ജീവനോട് കൊണ്ടുവന്ന് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ആ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ അവിടുന്ന് പറഞ്ഞത് ആരും കാണാത്ത സ്ഥലം എന്നല്ലേ? അങ്ങനെ ഞാൻ പോയിക്കൊണ്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ തേടി നോക്കി. പക്ഷെ എവിടെ പോയാലും ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഉസ്താദ് പറഞ്ഞത് ആരും കാണാത്ത സ്ഥലം എന്നാണ്. അപ്പം ഇത് ഞാൻ ഉസ്താദ് പറഞ്ഞതിനോട് എതിരാകുമല്ലോ, അത് ചെയ്യാൻ പാടില്ല. എവിടെയെല്ലാം സ്ഥലം ഉണ്ടോ അവിടെയൊക്കെ ഞാൻ പോയി നോക്കി ഉസ്താദ്, പക്ഷെ എവിടെയും എൻ്റെ മനസ്സ് കേൾക്കുന്നില്ല. എവിടെയും അള്ളാഹുണ്ട്, അള്ളാഹു ഉണ്ട് എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ ഉത്തരം കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ട് ഇദ്ദേഹം നമ്മളെ പോലത്തെ ഒരാളല്ല, ഒന്നും കൂടി അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒന്നും കൂടി അള്ളാഹുവിനെ അറിഞ്ഞ മാരിഫത്തുള്ള ഒരു ശിഷ്യനാണെന്ന് മറ്റുള്ളവർക്കൊക്കെയും അതോടുകൂടെ ബോധ്യപ്പെടുകയാണ്. അപ്പം ഇതിന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം, അതേ, എല്ലാ സ്ഥലത്തും എവിടെയും റബ്ബുണ്ട്, നമ്മെ കാണുന്നുണ്ട്. ആര് കണ്ടില്ലെങ്കിലും റബ്ബ് നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ ചിന്ത തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.